ഒരു കാര്യം തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു. ഈ മഞ്ഞ കളറിൽ കാണുന്ന ഈ ഫാം കടുക് കൃഷിയാണ്, അല്ലെങ്കിൽ മസ്റ്റാർഡ് ഫാം ആണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ വീഡിയോ ഇട്ടതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ തിരുത്തി, അത് മസ്റ്റാർഡ് ഫാം അല്ല, ഇത് റേപ്പ് സീഡ് ഫാം ആണ്. അതായത് സ്കോട്ട്ലൻഡിലുള്ള ഒരു പ്രധാനപ്പെട്ട കൃഷിയാണ് റേപ്പ് സീഡ്. നമ്മളുടെ ഈ റേപ്പ് സീഡ് ഓയിൽ അല്ലെങ്കിൽ കാനോള ഓയിൽ എന്ന് പറയുന്ന ഓയിൽ, അത് ഉണ്ടാക്കുന്നത് ഈ സീഡിൽ നിന്നാണ്. ഇതാണ് റേപ്പ് സീഡ് ഓയിൽ. ഇത് നമ്മുടെ കോക്കനട്ട് ഓയിൽ പോലെ തന്നെ അത്രയും ഗുണമേന്മയുള്ള ഓയിലാണിത്. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചു. ഇത് ടേസ്റ്റ് വ്യത്യാസമില്ല. കോക്കനട്ട് ഓയിൽ പോലെ തന്നെ ഒരുപാട് ഒമേഗ 3 ഒമേഗ 6 ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ റേപ്പ് സീഡ് ഓയിലിൽ. മാത്രമല്ല ഇതിന് ഹൈ സ്മോക്ക് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഉയർന്ന ടെമ്പറേച്ചറിൽ ഉള്ള പാചകം ചെയ്യുന്നതിന്, അതായത് ഫ്രൈ ചെയ്യാൻ, വറുക്കാനും പൊരിക്കാനും പിന്നെ ബേക്കിങ്ങിനും ഒക്കെ പറ്റിയ ഓയിലാണ് റേപ്പ് സീഡ് ഓയിൽ. അതുകൊണ്ട് ഇത് നമുക്ക് നാട്ടിൽ അത്ര അവൈലബിൾ ആയിരിക്കില്ല, പക്ഷേ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ ആയതുകൊണ്ട് UK ഇത് വളരെ അവൈലബിൾ ആണ്. പക്ഷേ ഗുണമേന്മ കൂടുതലായതുകൊണ്ട് വില ഇത്തിരി കൂടുതലുണ്ട്. ഞാനിപ്പോൾ അസ്തേന്നാണ് ഇത് മേടിച്ചത്. അസ്തയിൽ 500 ml 3.95. പക്ഷേ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന കോക്കനട്ട് ഓയിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അത്ര തന്നെ വിലയുള്ളൂ. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഓയിലാണ്. അതുകൊണ്ട് UK ഇത് എന്തായാലും ഉപയോഗിച്ച് നോക്കണം കേട്ടോ. ഇത് ഇങ്ങനെ നോക്കി ഏക്കർ കണക്കിനുണ്ട്. ഈ മഞ്ഞ കളറിൽ കാണുന്നത് തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതൊരു ഏകദേശം ഒരു 50-60 ഏക്കർ തന്നെ ഉണ്ടാവും ഈ റേപ്പ് സീഡിന്റെ ഫാം. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ദൂരെ നിന്നൊക്കെ നമുക്കിങ്ങനെ മഞ്ഞ കളറിൽ ഇങ്ങനെ വിശാലമായിട്ട് ഉള്ള ഫാം കാണാനായിട്ട് ഭയങ്കര രസമാണ്.